നമുക്ക് നൈജീരിയയിലേക്ക് പോകാം. നൈജീരിയയിൽ ബേസിക്കലി എന്താ സംഭവിക്കുന്നത്? 2009 ബൊക്കോ ഹറാം അവിടെ വരുന്നത്. 2002 തുടങ്ങിയതാണ്. ഒരു മുഹമ്മദ് യൂസഫ് എന്ന് പറയുന്ന ആള്, ഹീ ഈസ് ദ മുഹമ്മദ് ഓഫ് ബൊക്കോ ഹറാം അല്ലെ. മുഹമ്മദ് ഓഫ് ബൊക്കോ ഹറാം എന്ന് പറഞ്ഞാൽ ഹീസ് എ ഫൗണ്ടർ ഇൻ ദ സെൻസ്. അദ്ദേഹത്തിന്റെ പേര് മുഹമ്മദ് യൂസഫ് എന്നാണ്. പുള്ളി ഒരു ക്ലറിക്കാണ്, ഒരു മത അധ്യാപകനാണ്. മതവെറി തന്നെ സാധനം, ആ ഒരു സോഫ്റ്റ്വെയർ റാഡിക്കൽ ജിഹാദിസം അല്ലെങ്കിൽ അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ മണ്ടയിലുള്ളത്. പുള്ളി ബൊക്കോ ഹറാം എന്നാണ്. ബൊക്കോ എന്ന് പറഞ്ഞാൽ വെസ്റ്റേൺ എഡ്യൂക്കേഷൻ, പാശ്ചാത്യ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഊഹിക്കാം എല്ലാത്തരം പുരോഗമനപരമായ കാര്യത്തെയാണ് ഇവർ ഈ പാശ്ചാത്യ വിദ്യാഭ്യാസം, വസ്ത്രധാരണം ഒക്കെ ഉൾപ്പെടെയുള്ള ഐറ്റംസ് ആണ്. നമ്മുടെ ഇവിടുത്തെ ശരാശരി ഇവിടെയുള്ള ഒരു ദാവ, ഈ നമ്മൾ ഫേസ്ബുക്കിലൊക്കെ കാണുന്ന ആംഗ്ലമാർ അല്ലെന്നുണ്ടെങ്കിൽ നമ്മളെ ഇവിടെയൊക്കെ കാണുന്ന കുറെ ഇസ്ലാമിക് പണ്ഡിതന്മാർ ഒരുപാട് തലയെ തൊപ്പിയൊക്കെ വെച്ചുകൊണ്ടിരുന്ന ആ ഒരു ലെവൽ, അത്രേ ഉള്ളൂ. സെയിം ഈ സലഫിസം വഹാബിസം സെയിം ഇവിടെയും അവിടെയല്ലാന്ന്. പുള്ളിയുടെ പ്രസ്ഥാനത്തിന്റെ അടിസ്ഥാന ഒരു മുദ്രാവാക്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുന്ന, അതായത് മുഹമ്മദിന്റെ ചര്യകളും മുഹമ്മദിന്റെ ആണല്ലോ ഖുർആൻ, മുഹമ്മദിന്റെ രചന, അതിനെയെല്ലാം പ്രൊമോട്ട് ചെയ്യുക. ഇതാണ് അദ്ദേഹത്തിന്റെ ഒരു ഈ പറയുന്ന മുഹമ്മദ് യൂസഫിന്റെ അടിസ്ഥാന ലക്ഷ്യം. അങ്ങനെ തുടങ്ങി വെച്ചതാണ് ഈ ബൊക്കോ ഹറാം. ഹറാമാണ്, വെസ്റ്റേൺ എഡ്യൂക്കേഷൻ ഹറാമാണ്, അത്രേ ഉള്ളൂ. അപ്പോൾ സമരം തുടങ്ങുന്നത് സെക്കുലറിസത്തിനെതിരെയാണ്. സമരം തുടങ്ങുന്നത് നൈജീരിയൻ ഗവൺമെന്റിനെതിരെയാണ്. ഗവൺമെന്റ് ഈ ഷരിയ നേരെ നടപ്പിലാക്കുന്നില്ല. പിന്നെ മാത്രമല്ല ഈ നാട്ടിലാകെ അപ്പോസ്റ്റേറ്റുകൾ ഇങ്ങനെ വർദ്ധിക്കുന്നു. ബൊക്കോ ഹറാം 2002 ഈ മുഹമ്മദ് യൂസഫ് എന്ന് പറയുന്ന ആള് സ്ഥാപിച്ചു. അയാൾ ഈ റാഡിക്കലൈസേഷൻ, വഹാബി, സലഫി ലിറ്ററേച്ചർ, സെയിം ഇന്ത്യയിലൊക്കെ നടക്കുന്ന അതേപോലെ അല്ലെ, ലോകമെമ്പാടും നടക്കുന്ന അതേപോലെ റാഡിക്കൽ ഇസ്ലാം അല്ലെങ്കിൽ ജിഹാദിസ്റ്റ് എഡ്യൂക്കേഷൻ ആണ് നടത്തുന്നത്. ലൈക്ക് നമ്മുടെ ഒരു മദനി മോഡൽ പുള്ളി തുടങ്ങി വെച്ചു. ഇതിനകത്തൊരു നിർണായക മാറ്റം ഉണ്ടാവുന്നത് 2009 2009 ഗവൺമെന്റും ഈ പറയുന്ന ബൊക്കോ ഹറാമുമായിട്ട് ഏറ്റുമുട്ടുന്നു. എന്നാണ്ട് 8000 ബൊക്കോ ഹറാം അനുയായികളെ കൊല്ലപ്പെടുന്നു. അതിൽ ഈ മുഹമ്മദ് യൂസഫിനെ പിടിക്കുന്നു. പുള്ളി ജയിൽ കസ്റ്റഡിയിൽ വെച്ച് കൊല്ലപ്പെടുന്നു. അതിനുശേഷം ഈ ബൊക്കോ ഹറാമിന് വീണ്ടും എന്താ പറയാ, അവരെ റാഡിക്കലൈസേഷൻ ഡബിൾ ഡൗൺ ചെയ്യുന്ന രീതിയിൽ. മുഹമ്മദ് പോയി കഴിഞ്ഞാൽ ആരാ വരേണ്ടത്? അബൂബക്കറാണ്. ഒരു അബൂബക്കർ വരുന്നു. അയാളുടെ പേര് തന്നെ അബൂബക്കർ എന്നാണ്. ഈ അബൂബക്കറിന്റെ കാലഘട്ടത്തിലാണ്, നിങ്ങൾക്ക് ഒരുപക്ഷെ ഓർമ്മയുണ്ടാവും, 2009 മുതൽ 2015 വരെ ബൊക്കോ ഹറാം ഇൻടാക്റ്റ് ആയിട്ട് ഈ അബൂബക്കറിന്റെ കീഴിലുണ്ടായിരുന്നു. അബൂബക്കർ വളരെ റാഡിക്കലാണ്. പുള്ളിയുടെ പ്രധാന ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ ആണ് പ്രധാനമായിട്ട്. കുട്ടികളെ ട്രെയിൻ ചെയ്യുക, വളരെ ചെറിയ കുട്ടികൾ, വളരെ വളരെ ചെറിയ കുട്ടികൾക്ക് നിങ്ങൾ പടങ്ങളൊക്കെ കാണാം, പടങ്ങളൊന്നും എനിക്കിവിടെ കാണിക്കാൻ പറ്റില്ല, ട്രെയിൻ ചെയ്യുക. സൂയിസൈഡ് ബോംബിങ് പ്രധാനപ്പെട്ട ഈ ഐസിസ് മോഡൽ അല്ലെങ്കിൽ അൽഖ്വയ്ദ മോഡലാണ് സൂയിസൈഡ് ബോംബിങ്. ഗവൺമെന്റ് പോസ്റ്റുകൾ അറ്റാക്ക് ചെയ്യുക, ക്രിസ്ത്യൻസിനെ അറ്റാക്ക് ചെയ്യുക, അത് പ്രധാന വിനോദം. ക്രിസ്ത്യൻസിനെ അറ്റാക്ക് ചെയ്യുക, അവരെ ഗ്രാമങ്ങൾ പിടിച്ചെടുക്കുക, അവരെ പെൺകുട്ടികളെ കടത്തിക്കൊണ്ടു പോവുക. 2013 14 എക്സാക്ട്ലി ഞാൻ ഓർക്കുന്നില്ല. നിങ്ങളെല്ലാവരും ഒരു വാർത്ത കണ്ടിട്ടുണ്ടാവും. ഒരു സ്കൂളില് ആനുവൽ പരീക്ഷ എഴുതാൻ വന്ന 276 പെൺകുട്ടികളെ, 16നും 18നും ഇടയ്ക്ക് പ്രായമുള്ള 276 പെൺകുട്ടികളെ ഈ അബൂബക്കറിന്റെ കീഴിലുള്ള ബൊക്കോ ഹറാം അവർ കടന്നുകൂടി. ചിലർ മിലിറ്ററി വേഷത്തിലൊക്കെ, മഫ്റ്റിയിലൊക്കെ ഈ ബൊക്കോ ഹറാമിന്റെ ആളുകൾ കടന്നുകൂടി. ഈ സ്കൂളില് ബൊക്കോ ഹറാമിന്റെ ആക്രമണ ഭീഷണി, മിലിറ്റൻസി ഭീഷണി ഉള്ളത് കാരണം സർക്കാർ ഇത് ഇവിടെ ക്ലാസ്സുകളും എക്സാമും ഒക്കെ തടഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു. പക്ഷെ അവസാനം ആനുവൽ എക്സാം എഴുതണം എന്നുള്ള ഒരു അവസ്ഥ വന്നപ്പോഴാണ് സ്കൂൾ വീണ്ടും ഈ പെൺകുട്ടികളോട് വരാൻ പറയുന്നത്. ഒരു ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളാണ്, അല്ലെങ്കിൽ ഒരു സെക്കൻഡറി സ്കൂളാണ്. ഈ കുട്ടികളവിടെ വരുന്ന ഫിസിക്സ് പരീക്ഷയായിരുന്നു. പരീക്ഷ തുടങ്ങുന്നതിന് മുമ്പ് ഈ ബൊക്കോ ഹറാമിന്റെ ഈ ഭീകരന്മാർ കയറി ഡോർമെട്രികളെല്ലാം അടിച്ച് തകർത്തു, കെട്ടിടങ്ങൾക്ക് തീയിട്ടു. ഈ പെൺകുട്ടികളെല്ലാം വലിച്ചു കയറ്റിക്കൊണ്ട് ട്രക്കുകളിലും വലിയ വലിയ വാഹനങ്ങളിലുമായിട്ട് തൊട്ടടുത്തുള്ള ഒരു കാട്ടിലേക്ക്, ആ കാട് മുഴുവൻ ഈ ബൊക്കോ ഹറാമിന്റെ കീഴിലാണ്, അവരാണ് കാട് ഭരിക്കുന്നത്, അവിടെ കൊണ്ടുപോകുന്നു.
അവിടെ കൊണ്ടുപോയിട്ട് കുട്ടികളെ ഒരുപക്ഷെ ഇന്ന് ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഭീകരമായിട്ടുള്ള ഒരു ടോർച്ചറിനാണ് ഈ കുട്ടികളെ വിധേയരാക്കുന്നത്. 2014 ആ പോകുന്ന വഴി തന്നെ കുറെ കുട്ടികൾ ചാടി രക്ഷപ്പെട്ടിരുന്നു. ആ ട്രക്കിൽ നിന്നും ലോറിയിൽ നിന്നൊക്കെ ചാടി രക്ഷപ്പെട്ടിരുന്നു. ചിലർ കാട്ടി ചെന്നിട്ട് രക്ഷപ്പെട്ടു. ഈ പോകുന്ന സമയത്ത് ഇതിൽ പ്രിഡോമിനന്റ്ലി ക്രിസ്ത്യൻ കുട്ടികളാണ്, മുസ്ലിം കുട്ടികൾ ഇല്ലാതില്ല. ഈ ക്രിസ്ത്യൻ കുട്ടികൾ അവിടെ ചെന്നതിന് ശേഷം നമുക്കറിയാം 2016, 2021, 2023 ഈ പല ഘട്ടങ്ങളിലായിട്ടാണ് ഇവർ പല രീതിയിൽ രക്ഷപ്പെട്ടും ചാടിയും ഓടിയും ഒക്കെ സർവൈവ് ചെയ്തും ഒക്കെ വരുന്നത്. ഈ കുട്ടികളെല്ലാം തന്നെ 16 18 പെൺകുട്ടികളാണെന്ന് ആലോചിക്കണം, അവിവാഹിതരായിട്ടുള്ള പെൺകുട്ടികൾ. ഇവര് ഈ കാട്ടിൽ കൊണ്ടുപോയതിനു ശേഷം പലതവണയായിട്ട് ഇവർ രക്ഷപ്പെട്ടു. കുറെ പേര് കുറെ കഴിഞ്ഞപ്പോൾ ഈ ബൊക്കോ ഹറാം തന്നെ ഗവൺമെന്റ് സേനയായിട്ട് നെഗോസിയേഷൻ, ലൈക്ക് ആക്ച്വലി നിങ്ങൾക്ക് ഒരു ചിത്രം ഓർമ്മ വരുന്നുണ്ട് അല്ലേ നിങ്ങളുടെ മനസ്സിലേക്ക്? ഏതാണ്? ഹമാസ്. യാ, എക്സാക്ട്ലി. ഗവൺമെന്റ് സേനയുമായിട്ടുള്ള നെഗോസിയേഷൻ ആയിട്ട് ഈ ഹോസ്റ്റേജസിനെ പോൺസ് ആയിട്ട് ഉപയോഗിക്കുന്നു. പോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PORN അല്ല, PAWN, ചെസ്സുകളിലെ കരുക്കളായിട്ട് ഉപയോഗിക്കുന്നു. അങ്ങനെ ഒരു ഘട്ടത്തിൽ 82, 83 കുട്ടികളെ ഇവര് ഗവൺമെന്റ് സേനയ്ക്ക് കൈമാറുന്നുണ്ട്. ബാക്കി കുട്ടികളുടെ കാര്യം എവിടെ പോയി? ചിലർ രക്ഷപ്പെട്ടു. ഇപ്പോഴും ഞാൻ ഈ ലൈവ് നടത്തുന്ന ഈ സമയത്തും ഈ സ്കൂളിലെ പേരന്റ് ടീച്ചേഴ്സ് അസോസിയേഷൻ പോലെയൊക്കെയുള്ള കുറേ ഏജൻസികളുണ്ട്. അവരൊക്കെ പറയുന്നത് 82 മുതൽ 92 വരെ കുട്ടികൾ സ്റ്റിൽ മിസ്സിംഗ് ആണ്. 2014 നടന്ന സംഭവമാണ്. ഇസ്രായേലിൽ നിന്ന് 253 ബന്ദികളെ പിടിച്ചു കൊണ്ടുപോയിട്ട് ഇപ്പോൾ 20 ബന്ദികൾ ബാക്കി നിൽക്കുന്ന അവസ്ഥയിൽ ഇന്ന് ലോകം മുഴുവൻ അതിന്റെ പിന്നാലെ ചർച്ച ചെയ്യുമ്പോൾ 276 പെൺകുട്ടികളെ അവരെ പിടിച്ചുകൊണ്ട് പോയിട്ട് ഇന്നും 82-നും 92-നും ഇടയ്ക്ക് കുട്ടികളെ, അത് പല റിപ്പോർട്ടാണ്, ചിലർ പറയും 92, ചിലവർ 82 ഉണ്ട്. ഇല്ല, ഈ കുട്ടികളെ എന്താണ് ചെയ്തത്? ജിഹാദിസ്റ്റുകൾ എന്താണ് ചെയ്യുന്നത്? ഹമാസ് എന്താണ് ചെയ്യുന്നത്? ഇവരെ പ്രൈം വിനോദം എന്ന് പറഞ്ഞാൽ റേപ്പാണ്. ഈ കുട്ടികളെല്ലാം തന്നെ നോക്കൂ, മോസ്റ്റ് ഓഫ് ദം വേർ വെർജിൻസ്, കന്യകകൾ, വിവാഹം. അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഈ കന്യകാത്വത്തിനൊക്കെ വളരെ പ്രാധാന്യം കൊടുക്കുന്ന ട്രൈബൽസ് ആണ് അവർ. അല്ലാതെ ഉള്ളവരെയൊക്കെ അവർ നമുക്ക് ആലോചിക്കാം. അവിടുത്തെ ആഫ്രിക്കയിലെ ഇവരെല്ലാം മാനഭംഗപ്പെടുത്തുന്നു, റേപ്പ് ചെയ്യുന്നു. ഈ പോയ കുട്ടികൾ പലതും 1, 2, 3 തവണ പ്രസവിക്കുന്നു. ഈ കുട്ടികളിൽ മിക്കവാറും എല്ലാവരെയും ഇവർ തട്ടമൊന്നും ഇടാതെ, നല്ല ഈ ക്രിസ്ത്യൻ കുട്ടികൾ തട്ടം എടുത്തില്ലല്ലോ, അല്ല അവരുടെ വേഷത്തിലാണ് പോയത്. പിന്നെ നമ്മൾ കാണുന്ന, പിന്നെ പുറത്തു വിടുന്ന ചിത്രങ്ങളെല്ലാം തട്ടം ഇട്ടിട്ട് ദുവാ ചെയ്യുന്ന പടങ്ങളൊക്കെയാണ് CNN-ലൊക്കെ വന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. റിലീജിയസ് ഫോഴ്സ്ഫുള്ളി കൺവേർട്ട് ചെയ്യുന്നു. അങ്ങനെയെങ്കിലും രക്ഷപ്പെടട്ടെന്ന് ഈ കുട്ടികൾ കരുതി. ഇത് സർവേ ചെയ്ത പലരും പറയുന്നുണ്ട്, ഈ കുട്ടികളെ കോൺസ്റ്റന്റ് ആയിട്ട് റേപ്പ് ചെയ്യുക, എന്നിട്ട് പോരാളികൾക്ക് വിവാഹം ചെയ്ത് കൊടുക്കുക. ഇത് നിങ്ങൾക്ക് ഓർമ്മ, ISIS ഓർമ്മ വരുന്നുണ്ട്? അതെ, എക്സാക്ട്ലി അത് തന്നെ. പോരാളികളുടെ റിവാർഡാണ് ഇത്. ഈ കാട്ടിനുള്ളിൽ എങ്ങനെയാണ് ഈ കുട്ടികൾ പ്രസവിച്ചെന്ന് ആലോചിക്കും. മെഡിക്കൽ എയ്ഡും മറ്റ് സംഗതികളൊന്നും ഇല്ലാതെ. അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് കിട്ടും. രക്ഷപ്പെട്ടു വന്ന പല കുട്ടികളും പറയുന്നുണ്ട് എങ്ങനെയാണ് ഇത് കട്ട് ചെയ്തത്. വളരെ കാണുന്ന പല റഫ് എഡ്ജസ് ഉള്ള പാറ കഷ്ണം വെച്ചും അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ വെച്ചാണ് ഈ അംബ്ലിക്കൽ കോഡ് കട്ട് ചെയ്യുന്നത്. പലരും മരിച്ചിട്ടുണ്ടാവും എന്നാണ് സർവൈവേഴ്സ് പറയുന്നത്. ബ്ലീഡിങ് കാരണം. ബ്ലീഡിങ് ഒക്കെ മാറ്റാനായിട്ട് ഈ കാട്ടേല അതേപോലെയുള്ള ഔഷധങ്ങളൊക്കെ ഉപയോഗിച്ച് ഈ ബ്ലീഡിങ് നിർത്താൻ ശ്രമിക്കുമായിരുന്നു എന്നും, കുട്ടികളുടെ അലർച്ചയും ബഹളവും ഈ വേദനയും ഒരു അനസ്തേഷ്യയും ഇല്ലാതെ, ദേ വർ നോട്ട് പ്രിപ്പയർഡ്, അവർക്കൊന്നും അറിയില്ല. ഈ ട്രോമയിലാണ് അവരിങ്ങനെ 3 തവണ പ്രസവിച്ച കുട്ടികൾ വരെ ഉണ്ട് എന്നാണ് പറയുന്നത്. ബൊക്കോ ഹറാം, ജിഹാദിസ്റ്റ്, വഹാബി, ഇതാണത്. നിങ്ങൾ പറയുന്നത് വളരെ കാടത്തരമല്ലേ, വളരെ ക്രൂരതയല്ലേ, വന്യതയല്ലേ? ഹമാസ് പോലും ഇങ്ങനെ ചെയ്യില്ലല്ലോ അല്ലേ എന്നായിരിക്കും നിങ്ങളിപ്പോൾ പറയുന്നത്. ഹമാസ് ഇതെല്ലായിടത്തും ഒന്ന് തന്നെയാണ്. ഇതാണ് നമ്മൾ പറയുന്നത്. ഐസിസ് യസീദി സ്ത്രീകളോട് ചെയ്തതാണെങ്കിലും, യസീദി സ്ത്രീകളെ കൊണ്ടുവന്ന് നഗരമധ്യങ്ങളിൽ വെച്ച് വിലപേശി, ലൈംഗിക തൊഴിലാളികളായിട്ട് വിലപേശി വിൽക്കുന്നതും ആളുകൾ വാങ്ങുന്നതുമായിട്ടുള്ള ചിത്രങ്ങളെന്ന് കണ്ടല്ലോ. അത് തന്നെയാണ് ആഫ്രിക്കയിലെ ഈ പറയുന്ന ബൊക്കോ ഹറാം ഐസിസുമായിട്ട് അലയൻസ് ഉണ്ടാക്കുന്നുണ്ട്. 2015 ഈ അബൂബക്കർ തന്നെ ഇരിക്കുന്ന സമയത്ത് അബൂബക്കർ
ഈ പിന്നെ ഐസിസുമായിട്ട് ഒരു മേർജ് ഉണ്ടാക്കുന്നുണ്ട്, ഒരുമാതിരി ഒരു മേർജ് പോലെ. ആ മേർജ് ഉണ്ടാക്കിയിട്ട് അവർ പേരൊക്കെ മാറ്റിയിട്ട് ഈ ജിഹാദിസ്റ്റ് ആ ഒരു ഐഡിയോളജിയിലേക്ക് മാറുന്നു. ജിഹാദിസ്റ്റ് തന്നെ, ഐ മീൻ ഒരു ആഗോള ജിഹാദ്, കാലിഫേറ്റ് ഐഡിയോളജി. പക്ഷെ 2016 ഇതിനുള്ളിൽ സ്പ്ലിറ്റ് ആവുന്നു, ഭയങ്കരമായി സ്പ്ലിറ്റ് ആവുന്നു. ഈ സ്പ്ലിറ്റ് ആവുന്നു, തമ്മിലടി, പരസ്പരം അനൈലേറ്റ് ചെയ്യുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? എക്സാക്ട്ലി, ഹമാസ് ഫത്ത മോഡലിലാണ് ഇത് രണ്ടാകുന്നത്. ഈ അബൂബക്കർ കൊല്ലപ്പെടുന്നു 2016. എങ്ങനെയാണെന്ന് അറിയില്ലേ? ഈ ഐസിസിന്റെ നേതൃത്വത്തിൽ ഇത് സ്പ്ലിറ്റ് ആയിട്ട് ഒന്ന് ഐസിസും ഒന്ന് ഒറിജിനൽ ബൊക്ക ഹറാമായി. ഒറിജിനൽ ബൊക്ക ഹറാം അബൂബക്കറിന്റെ കൂടെ, അതായത് നമ്മുടെ മുഹമ്മദ് അബ്ബാസ് പോലെ അബൂബക്കറിന്റെ കൂടെ ഒറിജിനൽ ബൊക്ക ഹറാം ഇങ്ങനെ നിൽക്കുന്നു. ഐസിസിന്റെ അനുഗ്രഹാശിസുള്ള ഐസിസ് ഫോം ചെയ്ത ബൊക്ക ഹറാം അവരെന്ത് ചെയ്തു? അവരിവരെ വേട്ടയാടാൻ തുടങ്ങി. ലൈക്ക് ഐസിസ് ബൊക്ക ഹറാമിനെ നമുക്ക് ഹമാസ് എന്ന് വിളിക്കാം. അവർ വേട്ടയാടുന്നു. ഈ അബൂബക്കർ എന്ന് പറയുന്ന തലവൻ, പുള്ളി ഐസിസ് ബൊക്ക ഹറാം ഒരിക്കൽ ഇവരുടെ കേന്ദ്രം റെയ്ഡ് ചെയ്തപ്പോൾ പിടിക്കപ്പെടുമെന്ന് ഉറപ്പായപ്പോൾ പുള്ളി സ്വയം സ്വിച്ച് അമർത്തി ബ്ലാസ്റ്റ് ചെയ്തു. പുള്ളിയുടെ കയ്യിൽ എപ്പോഴും ഇരിപ്പുണ്ട്, ആരെങ്കിലും വന്ന് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വിച്ച് അമർത്താൻ. അമ്മാതിരി പ്രകടനമാണ് ബൊക്ക ഹറാം ഐസിസ് ഗ്രൂപ്പ് നടത്തുന്നത്.